നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഋതുവിനോട് സംസാരിച്ചിട്ട് അകത്തേക്ക് കയറി വേണ സമയത്ത് അവിടെ പ്രതാപൻ നിൽക്കുന്നുണ്ടായിരുന്നു. പ്രതാപൻ സേതുവിനോട് പറഞ്ഞു, സേതു എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ? അത് പിന്നെ അവനുണ്ടല്ലോ ഇന്ദ്രന്, അവൻ ശരിക്കും ഒരു സൈക്കോയാണ്, റിയൽ സൈക്കോയാണ്. എങ്ങനെയെങ്കിലും ഋതുവിനോട് രക്ഷപ്പെട്ടോളാൻ പറ. ഋതു അവന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഋതുവിന്റെ ജീവൻ തരും. ഒരു മുഴ കയറിലോ അല്ലെങ്കിൽ അവൾ എങ്ങനെയാലും അവളുടെ ജീവൻ എടുക്കത്തുള്ളൂ. കാരണം അതേപോലത്തെ ഒരു സൈക്കോ മൈൻഡാണ് ഇന്ദ്രൻ. എനിക്കത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ നോക്കാൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സേതു ഒന്നും മിണ്ടിയില്ല. പ്രതാപനെ ഒന്ന് നോക്കിയിട്ട് സേതു അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. പ്രതാപൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയം ലക്ഷ്മി അമ്മ മുറ്റത്തോട് ഇങ്ങനെ നടക്കുക. ലക്ഷ്മി അമ്മയ്ക്ക് ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ഓരോന്നൊക്കെ ആലോചിച്ച് നടക്കുമ്പോഴത്തേന് പല്ലവി എന്നിട്ട് എന്താ അമ്മേ, അമ്മ എന്താ ഇത്ര ഭയങ്കര ആലോചന? അത് പിന്നെ മോളെ ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുക. എന്തിന് പഴയ കാര്യങ്ങളൊക്കെ ഓർക്കണേ? അത് പിന്നെ മോൾക്കറിയാലോ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന്. അന്ന് ഞാൻ സേതുവിന്റെ അച്ഛനെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോണ സമയത്ത് എന്ത് ചെയ്യണമെന്ന് പോലും എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. വീണ്ടും ഞാൻ മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ഒടുവിൽ അവിടുന്ന് ഞാൻ ആട്ടി ഇറക്കപ്പെട്ടു. അതൊക്കെ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഭർത്താവിനെയും മോളെയും അല്ലെങ്കിൽ ഭർത്താവിനെയും മോനെയും ഇട്ടിട്ട് പോകുന്നൊരു ഭാര്യയുടെ വിഷമം എന്താന്ന് നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് കേട്ടതും പല്ലവി പറഞ്ഞു, അതൊക്കെ കഴിഞ്ഞില്ലമ്മേ, ഇനിയിപ്പോൾ അതൊക്കെ ഓർത്ത് വിഷമിക്കണം മോളെ. കാരണം ഞാൻ സേതുവിന്റെ അച്ഛൻ്റെ അടുത്തുനിന്ന് പോന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. ഒടുവിൽ അഭയം തന്നത് എനിക്ക് വേണുവേട്ടനാണ്. അവിടെ ജീവിക്കാൻ തുടങ്ങി. അവിടെ ജീവിച്ച് കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേനുമാണ് വേണുവേട്ടൻ്റെ അമ്മ പറയുന്നത് വേണുവേട്ടൻ എന്നെ ഇഷ്ടമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ഞാനുള്ള സത്യാവസ്ഥയെല്ലാം അമ്മയോട് തുറന്നു പറഞ്ഞു. എൻ്റെ കല്യാണം കഴിഞ്ഞാന്നും ഇതൊക്കെ ഒരു കുട്ടിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ അമ്മയ്ക്ക് അറിയായിരുന്നു. പക്ഷേങ്കിൽ വേണുവേട്ടനെ എന്നെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ അമ്മ ആ കാര്യങ്ങളൊന്നും വേണുവേട്ടനോട് പറഞ്ഞില്ല. ഞാൻ മനഃപൂർവ്വം ഒന്നും മൂടി വെച്ചിട്ടൊന്നുമില്ല. പക്ഷെ ആ അമ്മയാണത് പറയാതിരുന്നേ. കാരണം മകനിങ്ങനെ ഗുണ്ടാപ്പണി അതുപോലെ തല്ലിപ്പൊളിയായിട്ട് നടക്കുമായിരുന്നു. അവനെ നേരെയാക്കണമെങ്കിൽ അവന്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വേണമെന്ന് അവര് വിചാരിച്ചു. അതുകൊണ്ട് ഒരു കാര്യങ്ങളും അവര് പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാനല്ല തെറ്റുകാരി, അവരാണ് ഒന്നാം പ്രതി. അവരല്ലേ ആ കാര്യങ്ങളൊക്കെ മകനോട് പറയേണ്ടിയിരുന്നേ. എന്നിട്ടിപ്പോ വേണുവേട്ടൻ പറയണ ഞാനാണ് എല്ലാ പ്രശ്നവും ഉണ്ടാക്കിയെന്ന്, ഞാനെല്ലാം മറച്ചു വെച്ചെന്ന്. സാരമില്ല പോട്ടമ്മേ, എന്തെങ്കിലും അമ്മയുടെ നിരപരാധിത്വം വേണു സാറിന് മനസ്സിലാവും. ആ സമയത്ത് അവരിങ്ങോട്ടേക്ക് വന്നോളും, വന്ന് അമ്മയെ കൂട്ടിക്കൊണ്ട് പോയിക്കോളും. പിന്നെ ഒന്നുമില്ലെങ്കിൽ സേതുവായിട്ടും കൂടെ ഉണ്ടല്ലോ, പിന്നെ അമ്മ എന്തിനാ എത്ര ടെൻഷൻ അടിക്കുന്നേ? അങ്ങനെയൊക്കെ പറഞ്ഞ് ലക്ഷ്മി അമ്മേനെ സമാധാനിപ്പിക്കണം. ശ്രീഹരി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഒരു കാറും കൂടെ മുറ്റത്തേക്ക് വന്നു നിന്നു. കാറിനകത്തുനിന്ന് വേണു ഇറങ്ങി. ആ കാഴ്ചയുടെ ശ്രീഹരി അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോഴേക്കും ലക്ഷ്മി അമ്മ വിചാരിച്ചെന്താ തന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാന്ന്. ലക്ഷ്മി അമ്മ പല്ലവിയോട് ദേ വേണുവേട്ടൻ വന്നു, എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാന്നൊക്കെ പറയണ. അങ്ങനെ സന്തോഷത്തോടെ അങ്ങ് ചെന്നിട്ട് വേണുവേട്ടൻ വന്നല്ലോ, ഇപ്പോഴെങ്കിലും വേണുവേട്ടന് മനസ്സിലായല്ലോ കാര്യത്തിന് സത്യാവസ്ഥയൊക്കെ മനസ്സിലായല്ലോ, എനിക്ക് അത് മതി, എനിക്ക് സന്തോഷമായി എന്ന് പറയണം. ആ സമയത്ത് വേണുഗോപാൽ ലക്ഷ്മിയമ്മയുടെ കാരണം തീർത്ത് ഒറ്റയെണ്ണം കൂടി പൊട്ടിക്കണം. ഒരു നിമിഷം എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി. ലക്ഷ്മിയമ്മ കറങ്ങി അടിച്ച് ആ കാറിലേക്ക് പോയി കൈ കുത്തി വീഴാൻ തുടങ്ങി. ശ്രീഹരി ഓടി വന്നിട്ട് സാറേ ഇത് എന്ത് പരിപാടിയെ കാണിച്ചെന്ന് ചോദിക്കുക. അപ്പോഴേക്കും പല്ലവി ഓടി വന്നിട്ട് സാർ ഇത് എന്ത് പരിപാടിയെ കാണിച്ചെന്ന് പറയാം. മിണ്ടരുതെന്നിയ പിന്നെ മിണ്ടരുതെന്ന് എന്റെ അമ്മ എന്തിനാ ഉപദ്രവിച്ചെന്ന് ചോദിച്ചു. ആരമ്മയാണ് പോലും. ആ സമയത്ത് ലക്ഷ്മിയുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഓ ഇപ്പൊ നിനക്ക് എല്ലാരും ഉണ്ടല്ലോ, മകനുണ്ട് മരുമോളുണ്ട്. അത് കേട്ടപ്പോ ലക്ഷ്മി പറഞ്ഞു, ഉണ്ട്, അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞാൻ കരുതിയത് നിങ്ങൾ മനസ്സ് മാറി വന്നതാ. മനസ്സ് മാറി വരാനേട്ടോ നിനക്ക് നഷ്ടപരിഹാരം വേണോ അല്ലേടി? നിനക്ക് ഞാൻ നഷ്ടപരിഹാരം തരാടിന്ന് പറയണം. അപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു, അതെ എനിക്ക് തരാനുള്ള നഷ്ടപരിഹാരം അത് ഈ ജന്മത്തിൽ വേണുവേട്ടൻ തരാനായിട്ട് കഴിയില്ല. വേണുവേട്ടന് അതിനൊന്നും ഈ ജന്മത്തിൽ ഒരിക്കലും വേണുവേട്ടൻ സാധിക്കത്തില്ലെന്ന് പറയണം. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പത്തിന് വേണുഗോപാൽ ദേഷ്യം വന്നു. അപ്പോഴേക്കും പറഞ്ഞു, വേണുവേട്ടനോ? ഏത് വേണുവേട്ടൻ? വേണുഗോപാല അങ്ങനെ മാത്രം വിളിക്കാളെന്നും പറഞ്ഞിട്ട് ഒരു തള്ളും കൂടെ വെച്ച് കൊടുക്കുകയാണ്. പെട്ടെന്ന് ശ്രീഹരിയും പല്ലവിയും കൂടെ ചേർന്ന് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, മാറി നിൽക്കണേ അങ്ങോട്ട്. ഇനി എൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് പ്രതിഫലമായിട്ട് കിട്ടുന്ന നഷ്ടപരിഹാരമായിരിക്കില്ല, മരണമായിരിക്കും, അറിയാലോ. ചോര കണ്ട അർപ്പ് തീർന്നവനാടി ഞാൻ. അതുകൊണ്ട് എനിക്കൊരു പേടിയില്ല. നീ സൂക്ഷിച്ചോ. നിന്റെ മകനെ തീർക്കാനായിട്ട് എനിക്ക് അധികം സമയമൊന്നും വേണ്ട. രണ്ടിനെ ഞാൻ വെറുതെ വെച്ചേക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. ആ സമയത്ത് ലക്ഷ്മിയമ്മ ഇന്ന് കരയുക. ലക്ഷ്മിയമ്മയ്ക്ക് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം എല്ലാ പ്രതീക്ഷകളും കൂടി ഓടി വന്നാണ്. പക്ഷെ ഒരു നിമിഷം കൊണ്ട് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോയി. അപ്പോഴേക്കും ശ്രീഹരി പറഞ്ഞു, എനിക്ക് ഇയാളെ അറിയാന്ന് പറയണേ. എങ്ങനെ അറിയാന്ന്? ഒരു ദിവസം അയാളുടെ ജീപ്പ് കേടായ സമയത്ത് ഹോട്ടൽ മാനസി ഇന്റർനാഷണലില് ഞാൻ ഇയാളെ കൊണ്ടേ വിട്ടിട്ടുണ്ട്. അത്രയും പരിചയമുള്ളൂ. അതേന്ന് പറയാണ്. ഇങ്ങനെ പല്ലവി ഇങ്ങനെ കുറെ സമയം ആലോചിച്ചു. എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് പല്ലവിക്ക് തോന്നുകയും ചെയ്തു.
പിന്നീട് ഋതുവിന്റെ അടുത്തേക്ക് അച്ചു ചെല്ലുവാണ്. അച്ഛന്ന് സംസാരിക്കണ സമയത്ത് ഋതുവിനോട് അച്ചു പറഞ്ഞു, അല്ല സേതുവേട്ടനുമായിട്ട് കുറെ സമയം ഋതു സംസാരിച്ചില്ലേ? അതെ, എന്തൊക്കെ പറഞ്ഞു. അതെ, കുറെ സമയം സംസാരിച്ചാലും എന്റെ പ്രശ്നങ്ങളും മൊത്തം സേതുവേട്ടനോട് പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നേ. അത് കേട്ടപ്പോൾ അച്ചു പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ ആ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചോ? എവിടുത്തെ കാര്യങ്ങൾ? അല്ല സേതുവിന്റെ അമ്മയെ ഇപ്പോൾ എടുത്ത് കൊണ്ടേ പാർപ്പിച്ചിട്ടില്ലേ, അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അതിന് എന്റെ കാര്യങ്ങൾ മൊത്തം പറഞ്ഞിരുന്നില്ല, പിന്നെ ഞാനിങ്ങനെ അവിടുത്തെ വിശേഷങ്ങൾ ചോദിക്കുന്നേ. എന്താ അച്ചു? അല്ല അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയായിരുന്നു. നീ എന്തിനാ അച്ചു ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? അല്ല എനിക്ക് നല്ല പേടിയുണ്ട്, കാരണം അവരെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മളെ അതൊക്കെ ബാധിക്കുമെന്ന്. നാട്ടുകാരെല്ലാരും മറന്നുപോയ പഴയ കാര്യങ്ങളൊക്കെ അല്ലേ, അതൊക്കെ ഇനി വീണ്ടും തലപൊക്കി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നാണക്കേടല്ലേ. അപ്പൊ സേതുവിനോട് സംസാരിക്കുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നീയും കൂടെ എന്നോടൊപ്പം വാറുതു, നമുക്കൊന്ന് സംസാരിക്കാം. ഏയ് ഞാനില്ല, എനിക്ക് എന്റെ പ്രശ്നങ്ങൾ തന്നെ തീരുന്നില്ല, ഇനിയിപ്പൊ അതും കൂടെ ഞാൻ സംസാരിക്കാൻ എന്തിനാ വരുന്നേ? എനിക്ക് നല്ല ക്ഷീണമുണ്ടെന്നും പറഞ്ഞ് ഋതു അങ്ങോട്ട് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ സേതു മുറ്റത്തേക്കുന്ന സമയത്ത് അച്ചുവും കൂടി എന്നു. അച്ചു എന്നിട്ട് സേതുവേട്ടാന്ന് പറഞ്ഞ് വിളിക്കുക. എന്താ അച്ചു, നിനക്ക് എന്നോട് എന്തോ പറയാനുണ്ടല്ലോ? അത് സേതുവേട്ടാ, എനിക്ക് കാര്യം പറ. അല്ല സേതുവേട്ട അമ്മയെ ഇത്ര അടുത്തുകൊണ്ട് താമസിപ്പിച്ചിട്ടെങ്കിൽ ശരിയാണോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ ടെൻഷനാട്ടോ. അതെന്താ അച്ചു ഇപ്പം അങ്ങനെ തോന്നാനായിട്ട്? അല്ല നാട്ടുകാർക്കൊന്നും കൂടുതലായിട്ടൊന്നും അറിയില്ലല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ നാട്ടുകാരൊക്കെ അറിയും. അപ്പൊ പിന്നെ അതൊരു ബുദ്ധിമുട്ടായിരിക്കില്ല എല്ലാവർക്കും. അതെ, നിനക്കൊരു പേടിയുണ്ട്, നിന്റെ അമ്മയുടെ സ്ഥാനം അല്ലെങ്കിൽ പൂർണ്ണിമയുടെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന്. ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, നീ ധൈര്യമായിട്ടിരിക്കുക. നീ എന്തിനാ പേടിക്കണേ? നീ എൻ്റെ അമ്മയെ കാണാത്തോണ്ട് എങ്ങനെയൊക്കെ പറയണേ? അഡ്രസ്സ് തരാം, നീ ഒരു ദിവസം അങ്ങോട്ടേക്ക് വാ, അവിടെ വന്ന് അമ്മയൊന്ന് കണ്ട് സംസാരിക്കുക. അപ്പോഴേക്കും നിന്റെ ഈ ടെൻഷനൊക്കെ പമ്പടക്കും, അമ്മയെക്കുറിച്ചുള്ള നിന്റെ തെറ്റിദ്ധാരണകളൊക്കെ മാറുകയും ചെയ്യും. അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട അച്ചു, സന്തോഷമായിട്ടിരിക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞ് അച്ചുവിനെ സമാധാനിപ്പിച്ചു. പിന്നീട് സേതു അടുക്കളയിൽ ഭയങ്കര കുക്കിങ്ങ, പച്ചക്കറി അരിയും പിടിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് പൂർണ്ണിമ എങ്ങോട്ട് വന്നു. ഇതെന്താ സേതു പതിവില്ല നീ അടുക്കള കയറി? അതെ, ഞാൻ ഇച്ചിരി കഞ്ഞിയും കറിയൊക്കെ ഉണ്ടാക്കുക. കഞ്ഞിയും കറിയോ? ദേ ബേബി ഇപ്പൊ തന്നെ വരും, അവൾ ഉണ്ടായിക്കോളൂ എന്ന് പറയണം. ഞാൻ തന്നെ ഉണ്ടാക്കണം. ഇതെന്താ ഒരു തോരന്, പിന്നെ ഒരു അവിയല്, ഒരു സാമ്പാറൊക്കെ ഉണ്ടാക്കണം, പിന്നെ കുറച്ച് ചമ്മന്തി പപ്പടം പുറത്തൊക്കെ. അല്ല ഇതൊക്കെ നീ തന്നെ തനിച്ചുണ്ടാക്കാനായിട്ടാ? അപ്പോഴേക്കും അച്ചും കൂടെ അങ്ങോട്ടേക്ക് വന്നു. ഇത് എന്ത് പറ്റി സേതു എന്ന് ചോദിക്കണം. അത് കേട്ടപ്പോൾ സേതു പറഞ്ഞു, ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് പെട്ടെന്ന് പോകണം. പെട്ടെന്ന് പോകാനോ? ഇതേ എൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ ആഹാരം എനിക്ക് എൻ്റെ അമ്മയ്ക്ക് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, ഇത് ഉണ്ടാക്കിക്കൊണ്ട് പോകാനാന്ന് പറയണം. അത് കേട്ടപ്പോൾ പൂർണ്ണിമയുടെ അച്ഛൻ്റെ മുഖം പെട്ടെന്ന് മാറി. അല്ല അവിടെ എപ്പോൾ ഉണ്ടാക്കുന്നില്ലേ, അവിടെ പല്ലവിയല്ലേ ഉണ്ടാക്കുന്നേ, അപ്പൊ പിന്നെ എനിക്കുണ്ടാക്കാൻ പറ്റില്ലോ, എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് പറയണം. അപ്പോഴേക്കും പ്രതാപൻ അങ്ങോട്ടേക്ക് വന്നു. പ്രതാപൻ വന്നിട്ട് പറഞ്ഞു, അത് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇതെന്താ ചോറാണോ? രക്ഷപ്പെട്ടു. ആ സമയം സേതു പറഞ്ഞേ, അത് എടുക്കണ്ടെന്ന് പറയാം. അതെന്താ? അതെ വേറൊരു ആവശ്യത്തിനുള്ളതെന്ന് പറഞ്ഞു. ഇതെന്താ ഇങ്ങനെ പറയണേ? അപ്പോഴേക്കും പൂർണ്ണം പറഞ്ഞു, പ്രതാപ അത് സേതു ലക്ഷ്മിക്ക് കൊണ്ടാനായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ. ലക്ഷ്മിക്ക് കൊണ്ടാനായിട്ട്? അതെ, സേതുവിന്റെ അമ്മയ്ക്ക് കൊണ്ടാനായിട്ട്. അപ്പോഴേക്കും പ്രതാപൻ പറഞ്ഞു, അച്ചു ഒരു ചായ എങ്കിലും എടുത്താട്ടെ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അച്ചു ഒരു ചായ എടുക്കാന്ന് പറഞ്ഞു. പൂർണ്ണിമ പുറത്തേക്ക് പോണ സമയത്ത് പ്രതാപനും കൂടി എന്നിട്ട് പറഞ്ഞു, ചേച്ചി സേതു ഇവിടെ നിന്നെല്ലാം ഉണ്ടാക്കി പറിക്കൊണ്ട് പോവല്ലേ, അതെന്താ അവിടെ സാധനങ്ങളൊന്നും ഇല്ലേ? ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ ചേച്ചി ഔട്ടാവുന്ന എനിക്ക് തോന്നേ, എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രതാപൻ അങ്ങോട്ടേക്ക് പോയി. ഭയങ്കര ടെൻഷനായി പോയി പൂർണ്ണിമയ്ക്ക്, കാരണം പൂർണ്ണിമ ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ലത്. പിന്നീട് സേതു ആഹാരമൊക്കെ ഉണ്ടാക്കി വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്ത് ലക്ഷ്മി അമ്മയ്ക്ക് കഞ്ഞി എടുത്ത് കൊടുക്കാൻ തുടങ്ങുന്നത് പല്ലവി. അപ്പോഴേക്ക് സേതു വന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ ആഹാരമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്, എല്ലാവർക്കും ഉള്ളതുണ്ട്, എല്ലാവരും ഇരിക്കുക, നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് പറയണം. അപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു, എനിക്കിപ്പോൾ വേണ്ടാന്ന് പറയണം. അപ്പൊ കവളത്തൊരു കൈ വെച്ചിട്ടുണ്ട് സേതു പാട് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. ആ സമയം സേതു പറഞ്ഞു, ഇതെന്ത് വർത്താനം അമ്മ പറയണേ, അമ്മ ഇരുന്ന് കഴിക്കണമെന്ന് പറയണം. പിന്നീട് പല്ലവിയോട് പറഞ്ഞു, പല്ലവി നീ ഇരിക്കുക, വേണ്ട സേതു ഏട്ടാ എനിക്കിപ്പോൾ വേണ്ടാന്ന് പറയാം. ഇതെന്താ ആർക്കും വേണ്ടാത്ത? എടാ ശ്രീഹരി ഇവിടെ എന്താ സംഭവിച്ചേ? അമ്മയുടെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കുന്നേ? എടാ നീ അമ്മയെ വല്ല വേദനിപ്പിക്കുകയോ മറ്റോ ചെയ്തോ? അതൊന്നും ഇല്ല സേതു ഏട്ടാ. അമ്മ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞ് കയ്യെ പിടിക്കുകയാണ്. ആ സമയത്ത് കൈ അങ്ങോട്ട് മാറ്റി കഴിഞ്ഞപ്പോഴത്തേനും കവിളത്തെ പാട് കാണുവാണ്. ഇതെന്താ അമ്മയുടെ കവിളത്ത്? അമ്മയെ തല്ലിയ പാടാണല്ലോ എന്ന് പറയണം. ആരും ഒന്നും മിണ്ടിയില്ല. അപ്പോഴേക്ക് ശ്രീഹരിയുടെ അടുത്തേക്ക് സേതു വന്നു. സത്യം പറയടാ ഇവിടെ എന്താ ഉണ്ടാന്ന് ചോദിച്ചു ശ്രീഹരിയെ പിടിച്ചു ഒലയ്ക്കുവാണ്. ആ സമയം ശ്രീഹരി ഒന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും പല്ലി പറഞ്ഞു, ഞാൻ പറയാന്ന് പറഞ്ഞു. ആ സമയം ലക്ഷ്മിയും പറഞ്ഞു, വേണ്ട ഇവിടെ ആരും ഒന്നും പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് എഴുന്നേക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.